ഹലോ ഗൈസ്, വെൽക്കം. ഞാൻ ഐറ്റ് നന്ദു. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, വേറൊന്നുമില്ല, ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. 25,000-നും 30,000 രൂപയുടെ ഇടയിലുള്ള നല്ലൊരു ഫോണുകളാണ് പറയാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഇറങ്ങിയെന്നല്ല, എല്ലാം പഴയ ഫോണുകളാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ പുതിയതെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം എനിക്ക് പറയുന്നത് ഇപ്പോഴാണ് നല്ല സമയം ഫോണുകളെ വില ഇങ്ങനെ റോക്കറ്റ് പോകുമ്പോൾ ഇങ്ങനെ പോയും. അപ്പം ഈ സമയത്താണ് ബെസ്റ്റ് ചോയ്സ്. സെയിൽ നോക്കിയിരുന്നാൽ വില കൂടി പോയേ ഉള്ളൂ. പിന്നെ ഒരു പ്രോ ടിപ്പ് പറയാം, എല്ലാവരും പറയണ തന്നെ, പഴയ ഫോൺ നല്ലതായിട്ട് പോകണമെങ്കിൽ നല്ലതായിട്ട് ഉപയോഗിക്കുക. അതെന്തെങ്കിലും ചീത്തയാണെങ്കിൽ മാത്രം പുതിയത് വാങ്ങിച്ചാൽ മതി. അപ്പം ഇപ്പം നിങ്ങളെ ഫോൺ അത്രയ്ക്ക് മോശം അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അപ്പം അതിന് വേണ്ടിയാണ് ഈ 30,000-നും 25,000-നും ഇടയ്ക്ക് നോക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. സോ ഗായ്സ്, ഇതാണ് ഞാൻ കുറച്ച് നോക്കി വെച്ചിരുന്ന ഫോൺസ്. എല്ലാ വളർന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് സാംസങ് മാൻസിന് വേണ്ടിയുള്ള ഫോൺ, സാംസങ്ങിൻ്റെ M56 അഥവാ F56. ഞാൻ ഇത് ഇപ്പം കണ്ടപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇട്ടതാണ്. F56 ആണ് ഫ്ലിപ്കാർട്ടിൽ വാങ്ങി. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നല്ലത്. രണ്ടും സെയിം തന്നെ, പേര് മാത്രം മാറ്റി. ഫ്ലിപ്കാർട്ട് F സീരീസ്, ആമസോണിൽ M സീരീസ്. അതുള്ളത് അതിനകത്തുള്ള പ്രത്യേകത 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആമോലെഡ് ഡിസ്പ്ലേ. ആമോലെഡ് അല്ല, സൂപ്പർ ആമോലെഡ്. സാംസങ്ങിൻ്റെ പഞ്ചിയ ഡിസ്പ്ലേ. പിന്നെ 50-ൻ്റെ വോയിസ് ഉള്ള മെയിൻ ക്യാമറ, 8-ൻ്റെ അൾട്രാ വൈഡ്, പിന്നെ 2-ൻ്റെ മാക്രോ. ഫ്രണ്ട് 12 മെഗാ പിക്സലാണ്, പക്ഷേ HDR സപ്പോർട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും വീഡിയോസ് എടുക്കുക HDR ഫോർമാറ്റിൽ. പിന്നെ 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ചാർജർ ബോക്സിലുണ്ട്. പിന്നെ എക്സിനോസിൻ്റെ 1480. അത്യാവശ്യം ബേസിക് ലെവൽ, അത്യാവശ്യം ആ പ്രൈസിനുള്ള പെർഫോമൻസ് കിട്ടും, കുഴപ്പമില്ല. ഗെയിമിംഗ് ഫോണല്ല, അപ്പോൾ എനിക്ക് പറയാവുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ഫോണാണ്. ഇപ്പോൾ 25-ന് താഴെയായിരുന്നു ഈ ഫോൺ. ഇപ്പോൾ 27, ആമസോണിൽ നോക്കി 25-ന് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ F56 ഫസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അടുത്ത ഫോണ് നിങ്ങൾക്ക് ബാറ്ററി ഭയങ്കരമായിട്ട് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഫോണാണ്. റിയൽമിയുടെ P4 പവർ. ഇന്ത്യയിലെ ഇതുവരെ ഇറങ്ങിയത് ഏറ്റവും വലിയ പവർഫുൾ ബാറ്ററി ഫോണാണ്. 10,001 mAh. ഒരു തികച്ചിരിക്കുകയാണ് ഇങ്ങനെ. ഇത് 25-ന് ഇറങ്ങിയതാണ്, ഇപ്പോൾ 27ആയി. ഇതിൻ്റെ അകത്തുള്ളവർ ഡിമെൻസിറ്റിയുടെ 7400 അൾട്രാ എന്നാണ് അവർ പറയണത്. രണ്ട് സെയിം തന്നെ. പിന്നെ 50-ൻ്റെ മെയിൻ ക്യാമറ, പിന്നെ 8-ൻ്റെ അൾട്രാ വൈഡ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ. പിന്നെ ബാറ്ററി 10,001 mAh-ഉം 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ബാറ്ററി വലുതാണ്, 2-3 ദിവസം സുഖമായിട്ട് പോകും. ബാറ്ററി വേണമെന്നുള്ളവർക്കുള്ള ഫോണാണ്. പിന്നെ സെൽഫി 4K റെക്കോർഡിങ്ങിൽ 1080p 30 ഉള്ളൂ. ഫ്രണ്ട് ബാക്കിൽ മാത്രം വോയിസ് ഉള്ള 50 മെഗാ പിക്സൽ മാത്രം 4K റെക്കോർഡിങ്ങിൽ. പിന്നെ 8GB 128GB 27,000 രൂപ. ഓഫറൊക്കെ ചേർത്ത് 25 കിട്ടും. അടുത്ത ഫോണ് റിയൽമി അല്ല, ഓപ്പോയിലെ K13 ടർബോ. ഇത് ഗെയിമിംഗ് ഫോണാണ്. ഗെയിമിംഗ് നോക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. വീഡിയോ ഫോണാണ്. ബാക്കിൽ RGB ലൈറ്റും എല്ലാം ഉണ്ട്. ഈ ക്യാമറ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാനൊക്കെ ഉണ്ട്, എക്സോസ്റ്റ് ഫാനുകളൊക്കെ ഗെയിമിങ്ങിന്. ഇതിൻ്റെ അകത്തുള്ള വേറെ പ്രത്യേക 8GB 256GB. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8S ലെൻസ്. ആകെ ഇത് മാത്രമേ ഞാൻ കണ്ടു, സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ്. പിന്നെ P4 പ്രോയിലുണ്ട് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ്. ഇത് രണ്ടും മാത്രമേ ഞാൻ കണ്ടു. പിന്നെ 50-ൻ്റെ വോയിസുള്ള മെയിൻ ക്യാമറയും 2-ൻ്റെ അൾട്രാ മെഗാ പിക്സലിൻ്റെ മാക്രോ. ഇതിൽ ഫ്രണ്ടിൽ മാത്രം 60 മെഗാ പിക്സലിൻ്റെ ക്യാമറ, 4K റെക്കോർഡിങ്ങിൻ്റെ. ഫ്രണ്ട് ബാക്കിൽ മാത്രമേ ഉള്ളൂ 4K റെക്കോർഡിങ്. 7000 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഗെയിമിംഗ് ഫോൺ, പവർഫുൾ ഫോണാണ്. പിന്നെ അടുത്ത ഫോണ് ഇൻഫിനിക്സ് GT30 Pro. 25-ന് താഴെ ഇറങ്ങിയ ഫോണാണ്. ഇപ്പോൾ ഇത് 30,000-നുള്ള. ഗെയിമിംഗ് ട്രിഗേഴ്സ്, ഷോൾഡർ ട്രിഗേഴ്സ് ഉള്ള കപ്പാസിറ്റി ടച്ചുള്ള ഫോണാണ്. ഇത് ബട്ടൺസ് അല്ല, കപ്പാസിറ്റി ടച്ച് ID പോലത്തെ സംഭവം. ആപ്പിളിൻ്റെയും കണ്ടപ്പോൾ അതുപോലെ സൈഡ് മോഡ്, അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കളിക്കുക ഫോൺ ഇങ്ങനെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഡിമെൻസിറ്റിയുടെ 835 അൾട്ടിമേറ്റ് പവർഫുൾ ആണ്. പിന്നെ 128-ൻ്റെ മെയിൻ ക്യാമറ, 8-ൻ്റെ അൾട്രാ വൈഡ്, 13-ൻ്റെ സെൽഫി. ഇത് ഈ ക്യാമറ, ഈ ഫ്രണ്ടും ബാക്കും 4K റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ബാക്കിൽ അൾട്രാ വൈഡിന് മാത്രം 1080p.
പവർഫുൾ ഫോണാണ്. പിന്നെ 5500 mAh ബാറ്ററി, ഇതെല്ലാം സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ. നേരത്തെ പറഞ്ഞ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇതിപ്പം 29,000 ഓഫറൊക്കെ ചേർത്ത് 25 അകത്ത് കിട്ടും. അടുത്ത ഫോണ് മോട്ടറോള ഫാൻസിനുണ്ട്. മോട്ടറോള X70 ഫ്യൂഷൻ അത്യാവശ്യം നല്ല ഫോണാണ്. ഇത് 25 ഇറങ്ങിയാണ് ഇപ്പോൾ വില കൂടിയുണ്ട്. ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തോന്നിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7S Gen 4 8GB 128GB 50 മെയിൻ ക്യാമറയും 13 അൾട്രാ വൈഡ് 32 സെൽഫി 3 4K റെക്കോർഡിംഗ് ഉണ്ട്. 7000 mAh ബാറ്ററി 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ്. ബാറ്ററി ചാർജർ ഉണ്ടാവും. ബാറ്ററിയുടെ ഫോണിൻ്റെ കൂടെ. പിന്നെ ഇത് ഫോണാണ്. മോട്ടോറോള ഇഷ്ടംപോലെ സർവീസാണ് ഇവിടെ പ്രശ്നം. പിന്നെ അപ്ഡേറ്റ്സ് കറക്റ്റ് അല്ലേ. പിന്നെ കുറച്ച് പോയിന്റ് കിട്ടി. ഓപ്പോ K30 2 വർഷത്തെ അപ്ഡേറ്റ്, K30 അതുപോലെ 2 വർഷത്തെ അപ്ഡേറ്റ്. റിയൽമി P4 പവറിൽ 2 വർഷത്തെ അപ്ഡേറ്റ്. പിന്നെ മോട്ടോറോളയിൽ 2 വർഷത്തെ അപ്ഡേറ്റ് ആണ് ഗൈസ്. അപ്പം ഈ ഫോണും കൂടെ ഉണ്ട്. ഈ റിയൽമി P4 Pro ഇതിൽ 3 വർഷത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം ഇറങ്ങിയാണ്. ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത സ്നാപ്ഡ്രാഗൺ 7 Gen 4 8GB 256GB പിന്നെ 50 മെയിൻ ക്യാമറ 8 അൾട്രാ വൈഡ് പിന്നെ 50 സെൽഫി 4K ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അൾട്രാ വൈഡിൽ മാത്രമേ ഇല്ല. 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് 7000 mAh ബാറ്ററി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോൺ. പിന്നെ അത്യാവശ്യം നല്ല ഫോൺ. ഇതിൻ്റെ അകത്ത് ഡ്യുവൽ ചിപ്പാണ്. ഹൈപ്പർ AI ഡ്യുവൽ ചിപ്പ് ഗെയിമിങ്ങിനും ഡിസ്പ്ലേക്കും വേണ്ടിയുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോൺസ്. 30,000 രൂപ. ഇതാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു ഗൈസ്. വീഡിയോ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുകൂടെ കുറച്ചധികം വില കൂടുകയും ചെയ്യും. അപ്പം ഇത്രയും പറയാനാണ്. നിങ്ങൾ നല്ല ഫോൺസ് കറക്റ്റ് സമയത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വില കുറഞ്ഞ് നല്ലൊരു എൻജോയ് ചെയ്ത് വാങ്ങിക്കുക. എൻജോയ് ചെയ്ത് വാങ്ങിക്കാൻ നല്ല എൻജോയ് ചെയ്ത് ഉപയോഗിക്കുക. ശരി ഗൈസ്, അടുത്ത വീഡിയോ ഒന്ന് സ്റ്റേ ബൈ.